ആർ യു? വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് ജോ മൈ സ്റ്റൈൽ. എന്നോട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാനും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഡാളസിലുണ്ട് കേട്ടോ. എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഞാനിവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ചില കാര്യങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് നമുക്ക് വേണ്ടേ. അങ്ങനെ ഒരു ഗ്യാപ്പിലായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഹൈബ്രിനേഷൻ പീരീഡ് കേട്ടോ. പൂർവാധികം ഊർജ്ജസ്വലതയോട് ഇത് തീയിട്ട് ചിരിണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് ഞാനൊരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്താണെന്നറിയാം, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു കുഞ്ഞു സാധനമാണല്ലോ എന്ന്. പക്ഷേ ഇത് കുഞ്ഞു സാധനമല്ല കേട്ടോ. ഇത് നമ്മുടെ കുവൈറ്റിലെ നമ്മുടെ ജീവശ്വാസമായിരുന്നു കേട്ടോ. ക്വാളിറ്റി സ്വീറ്റിൻ്റെ മുട്ടായി. ഇപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് വന്നു. അപ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. മായ മോള് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നാണേ. ഞാൻ കാണിച്ചു തരാമേ. ഇതങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് തുറന്നേ. വാവ്, പക്ഷേ കുവൈറ്റിൽ കിട്ടുന്ന അല്ല കേട്ടോ, വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കുവൈറ്റിൽ കിട്ടുന്ന സെയിം ആണെന്ന് കേട്ടോ. നമ്മുടെ സ്വന്തമായിരുന്നു കേട്ടോ ഈ മുട്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുട്ടായി ഈ മഞ്ഞ ഇത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളായിരുന്നു. പക്ഷേ മറ്റൊന്നും കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം കവറൊക്കെ ഒത്തിരി വ്യത്യാസപ്പെട്ടാണ് കേട്ടോ ഈ കാനഡയിലെ ക്വാളിറ്റി ഉണ്ടാക്കിയേക്കുന്നത്. അയ്യോ, ഞാൻ വിചാരിച്ചു മുട്ടായിക്ക് അകോ ഇങ്ങനല്ല കേട്ടോ. കുവൈറ്റിലെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ അപ്പടി ഏകദേശമൊക്കെ അങ്ങനെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ക്വാളിറ്റി സ്ട്രീറ്റ്. എനിക്കാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഈ മുട്ടായി ഇതുവരെ കഴിക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒത്തിരി നാളിന് ശേഷം നമ്മൾ വീണ്ടും ക്വാളിറ്റി സ്ട്രീറ്റ് കഴിക്കാൻ പോവുകയാണ് കൂട്ടുകാരെ. കുവൈറ്റിലെ ഫുഡിൻ്റെ ഓർമ്മ, കുവൈറ്റിലെ മുട്ടായികളുടെ ഓർമ്മ മയക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെ മറക്കാനേ പറ്റത്തില്ല.